ചേട്ടാ നീ ചായ കുടിച്ചേ കുടിക്കാൻ ഈ ചേട്ടാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചായയാണേ ഇപ്പൊ പിണക്കം മാറിയില്ലേ ഇത്രേ ഉള്ളൂ എന്താണ് നമ്മുടെ ഈ ഇണക്കങ്ങളും പിണക്കങ്ങളും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഈ പിണക്കത്തുനിന്ന് ഇണക്കത്തിലേക്ക് എത്താനുള്ള ആ ഒരു യാത്രയില്ലേ അതിൽ ഈ ഭക്ഷണത്തിനും വലിയൊരു പങ്കുണ്ട് ഇല്ലേ? ഇതുപോലെ തന്നെ ചിലപ്പോ അതൊരു ചായ ആയിരിക്കും, ചിലപ്പോ ഒരു മസാല ദോശ ആയിരിക്കും, ചിലപ്പോ ഒരു പഴംപൊരി ആയിരിക്കും. അങ്ങനെ 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 അല്ലേ നീ ചേട്ടാ? ഈ ഇണക്കങ്ങളും പിണക്കങ്ങളും മാത്രമല്ല, ചില ഓർമ്മകളിലേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ട് അല്ലേ? ഈ ചില ഭക്ഷണങ്ങൾ ഇപ്പൊ നമ്മൾ തന്നെ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം ഓർത്തു, അമ്മയെ ഓർത്തു, അല്ലെ കൂട്ടുകാരുടെ വീടുകൾ ഓർത്തു, ചില റെസ്റ്റോറൻറ്റുകൾ ഓർത്തു. ഞാനൊരിക്കലും എൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അവരുടെ പേര് ആൻ്റണി സജീവ് വർഗീസ് എന്നാണ്. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന നേരത്ത് അവൻ്റെ അമ്മ എനിക്ക് തന്ന ഒരു വെണ്ടയ്ക്കയുടെ ഒരു വിഭവം ഉണ്ടായിരുന്നു. സാധാരണ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെണ്ടയ്ക്ക ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഈ മസാല കൂട്ടി ചില പൊടികളൊക്കെ ഇട്ട് വെച്ച് തരും. പക്ഷേ ഇവിടെ ഒന്നുമില്ലായിരുന്നു. ഒരു നല്ല പ്യുവർ ഗ്രീൻ കളർ തന്നെ, വെണ്ടയുടെ അതേ നിറം. മീൻസ് സാധാരണ നിറവ്യത്യാസം ഉണ്ടാവുമല്ലോ, നിറവ്യത്യാസം സംഭവിച്ചതിൽ ഭയങ്കര ടേസ്റ്റുമായിരുന്നു. ഞാനിപ്പോൾ അത് ഓർക്കുകയായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇപ്പോൾ ഇണക്കങ്ങൾ പിണക്കങ്ങൾ മാറ്റാൻ മാത്രമല്ല ചില ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നില്ല. നമുക്കൊക്കെ അങ്ങനെയുള്ള ഓർമ്മകൾ വരാറില്ലേ? തീർച്ചയായിട്ടും അല്ലേ? എനിക്കുണ്ട്, ഉണ്ടാവും. അതിനു മുമ്പായിട്ട് നമുക്കറിയാം മിൽമ പ്രസൻസ് ഫിറ ഫുഡ്സ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 powered by അമൃതവേണി KSFE and നമ്മുടെ രാമചന്ദ്രൻ. ഓർമ്മകളിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ആർക്കൊക്കെ എന്തൊക്കെ ഓർമ്മകൾ? സന്തോഷമുള്ളതാണോ സങ്കടം? എനിക്കോ രണ്ടും മിക്സ് ആയിട്ടുള്ളൊരു ഓർമ്മയാണ് എനിക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം എനിക്കൊരു മോനുള്ളൂ, അറിയാമല്ലോ, കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അപ്പോൾ എനിക്കപ്പോൾ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ബേബി അത് നഷ്ടപ്പെട്ട് കുറച്ചാളുണ്ടായിരുന്നുള്ളൂ. അത് അപ്പച്ചൻ്റെ ഒരു ആക്സിഡൻറ്റ് മരണമായിട്ട് ആ കുട്ടി പോയായിരുന്നു 3 മാസം. സെക്കൻഡ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ, ഇപ്പോഴത്തെ എൻ്റെ മോൻ. അപ്പോൾ കൺസീവ് ആയപ്പോൾ ഞാൻ ഓമനത്തിങ്കൽ പക്ഷി സീരിയൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു, കാരണം ഞാൻ ആ സമയത്ത് കൺസീവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൊതികളും നമുക്ക് ആഗ്രഹങ്ങളും പിന്നെ ഭയങ്കര അപ്പോൾ ആ വർക്കിലാണ് ശ്രീവിദ്യാമ്മ ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്നു സീരിയലിൽ. അപ്പോൾ ഞാൻ നല്ല ഒരു ത്രൂ ഔട്ട് റോളാണ് അതിൻ്റെ അകത്ത്, നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കര ആഗ്രഹം, പിന്നെ വീട്ടിൽ അമ്മച്ചി ഉണ്ടാക്കണത് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം, പിന്നെ ചോദിക്കണതൊക്കെ അമ്മയല്ലേ ഉണ്ടാക്കി തരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ ലൊക്കേഷനിൽ വന്ന് ജോയിൻ ചെയ്തപ്പോൾ വിദ്യാമ്മ എനിക്ക് ഭയങ്കര സന്തോഷമായി. വിദ്യാമ്മ അതിന് മുമ്പ് അറിയാം, വസുന്ധര ചെയ്തിട്ട് ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. വിദ്യാമ്മ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ വിദ്യാമ്മയ്ക്ക് എന്താണ് അസുഖമായിട്ട്, പക്ഷെ നമുക്കൊന്നും അറിയില്ലായിരുന്നു. നമ്മളൊക്കെ വിചാരിക്കണം വിദ്യാമ്മയ്ക്ക്, അപ്പോൾ വിദ്യാമ്മയ്ക്ക് മാത്രമാണ് ലിഫ്റ്റ് ആ വീട്ടിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ കൺസീവ് ആയതുകൊണ്ട് വിദ്യാമ്മ പറയും, നീ സ്റ്റെപ്പ് കയറരുത്, അമ്പലത്തറ വീട് അറിയാമല്ലോ എല്ലാവർക്കും, വലിയ സ്റ്റെപ്പ്, ആരും കയറരുത്, നീയും കൂടെ എൻ്റെ കൂടെ ഇതിൽ പോന്നാൽ മതി. അപ്പോൾ ഞാൻ വസുന്ധരയിൽ വന്നപ്പോഴും എന്നെ കൂടി ഇരുത്തിയപ്പോഴും ഞങ്ങൾ ഭയങ്കര എൻ്റെ അപ്പച്ചനെയൊക്കെ നോക്കി ഞാനിങ്ങനെ പറയും, എൻ്റെ അപ്പച്ചൻ അതിൽ പോകുമ്പോൾ വിദ്യാമ്മയോട് ഞാൻ പറയും, വിളിക്കുക ആൻ്റണി എന്നൊന്നും, എൻ്റെ അപ്പച്ചനാണെങ്കിൽ നാണം കുടുങ്ങിയെന്ന് വെച്ചാൽ അപ്പച്ചൻ്റെ ഒക്കെ സ്വപ്ന നായികയല്ലേ വിദ്യാമ്മ, ഇങ്ങനെ എവിടെ നിന്നൊക്കെ നോക്കണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ അവ ഞങ്ങളൊക്കെ തന്നെ മുഖത്തേക്ക് നോക്കി കൃഷ്ണകുമാർ അടുത്തു, എൻ്റെ ദൈവമേ ഈ സൗന്ദര്യം കണ്ടിട്ട്, കാരണം ചുണ്ട് മൂക്ക് അയ്യോ എല്ലാം ഒരു പ്രത്യേകമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ വായി നോക്കി ഞാൻ എന്നിട്ടെന്ന് പറഞ്ഞ അപ്പൊ കിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ കൊതിയോടെ വിദ്യാമ്മയുടെ കൂടെ അഭിനയിച്ച സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൽ വന്നപ്പോഴേക്കും വിദ്യാമ്മ ശരിക്കും കുറച്ച് ടയേർഡൊക്കെ ആയിട്ട്, നമുക്കറിയില്ല എന്താ അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കൺസീവ് ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ സന്തോഷിക്കുന്നേ, അതുപോലെ സന്തോഷം കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് എന്നെ കെയർ ചെയ്യുന്നത് എന്നും പുള്ളിക്കാർക്ക് വീട്ടിൽ നിന്നാണ് ഫുഡ് വരിക. അപ്പോൾ ഈ ക്യാരിയറിൽ എൻ്റെ അടുത്ത് ചോദിക്കും, എന്നും എന്നോട് ചോദിക്കും, നിനക്ക് ഇന്ന് എന്ത് ഫുഡ് കഴിക്കാനാണ് തോന്നുന്നത്? അപ്പോൾ ഞാൻ പറയും എനിക്ക് പുളിയുള്ളത് ഇങ്ങനെയാണ് ഇഷ്ടമെന്ന്. അപ്പോൾ എൻ്റെ പൊന്നേ ഇത്രയും വലിയ ഒരു കിണറെന്നാണ് ഞങ്ങൾ വിളിക്കും, വിദ്യാമ്മയുടെ കിണർ വന്നൊക്കെ ഞങ്ങളെല്ലാവരും ഓടും. അപ്പോൾ വന്നിട്ട് പറയും വാ നീ വാന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിരുത്തിയിട്ട് എന്തൊക്കെ വെറൈറ്റി പുളിയുള്ള സാധനങ്ങളോ ഇപ്പോഴും വായിൽ വെള്ളം വരണമെന്ന് വെച്ചാൽ രസമൊക്കെ. എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ രസം ഞാൻ കഴിച്ചിട്ടില്ല. ടേസ്റ്റ് എന്ന് വെച്ചാൽ പിന്നെ മെഴുക്ക് പുരട്ടിയിലൊക്കെ ഗ്രൗണ്ട് നട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുക. വെണ്ടയ്ക്കൊക്കെ എനിക്ക് വെറുത്ത സാധനമാണ്, എനിക്കിഷ്ടമല്ല വെണ്ടയ്ക്ക. ആ വെണ്ടയ്ക്കൊക്കെ മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് നട്ട്സ് ഒക്കെ ഇട്ടിട്ട് അയ്യോ എൻ്റെ ദൈവം. അപ്പം എന്നും
എന്നോട് ചോദിക്കും നിനക്ക് ഇവിടെ വരുമ്പോൾ എന്ത് വേണം ഏത് നിനക്ക് ഇഷ്ടം ചോദിച്ചിട്ട് മിസ് അവിടെ വിളിച്ച് പുള്ളിക്കാരിക്കും നല്ലൊരു കുക്കുണ്ട്. അങ്ങനെ എൻ്റെ അമ്മയെ പോലെ എന്നിങ്ങനെ എങ്ങനെ എന്നെ നോക്കിയിരുന്നെന്ന് അറിയാം. ഞാൻ പ്രസവിച്ചപ്പോഴും വിളിച്ച് ചോദിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് മോനെ കൊണ്ട് എനിക്കൊന്ന് കാണിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും വിദ്യാമ്മ പോയി. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അത്. അപ്പോൾ രണ്ടും ഒരു ഇടകലർന്നൊരു അനുഭവമായിരുന്നു. അപ്പോൾ സത്യം നല്ല ഓർമ്മകൾക്കൊപ്പം നമ്മൾ സഞ്ചരിച്ചു. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോ ഓർമ്മകൾ പറയുന്നതിനേക്കാളും കൂടുതൽ ചില രുചികൾ നമുക്ക് ഒരിക്കലും മാറത്തില്ല. ഈ ഇരുമ്പം പുളി കുറിഞ്ചിക്കായ് അത് ഉപ്പിൽ മുക്കി തിന്നുന്നതിൻ്റെ ടേസ്റ്റ് എപ്പോഴേലും മറക്കാൻ പറ്റുമോ? ചന്ദ്രക്കാരൻ മാമ്പഴം, ചെറിയ മാമ്പഴമാണ്, അത് കുഞ്ഞ് സീഡുള്ള, അത് ഇങ്ങനെ പഴുത്തിട്ട് അതിങ്ങനെ ഇങ്ങനെ ചപ്പിക്കും, അതിൻ്റെ ടേസ്റ്റ് അത് ഇല്ലാതെ ഒന്ന് കഴിച്ച് കാണിക്കാം. അത് തന്നെ. അപ്പൊ അങ്ങനെ എക്സ്പ്രഷൻ അതൊന്ന് ആർക്ക് കാണിക്കാൻ പറ്റും? നവീനാണ് കാണിക്കുന്നത്. ആ ഇരുമ്പം പുളി ഇങ്ങനെ ഇരുമ്പം പുളിയാ. ഓ ഡമ്മോ. അത് കടിക്കണം അതിന്റെ എങ്ങനെ മോളത്തെ പാവൂലേ പുളി വരുന്നില്ല. ഇപ്പൊ വരും. വലുതോ അത് ചെറുതോ? ഉപ്പ് വേണ്ടേ? നിർദാക്ഷിണി കഴിക്കാനല്ലേ? അല്ല സൂപ്പർ സൂപ്പർ. അതുപോലെ സ്കൂളിൻ്റെ അടുത്ത് ഉള്ള ചെറിയൊരു സ്റ്റോറിൽ കിട്ടുന്ന ലൈം ജ്യൂസ്, ഈ അരിച്ച ലൈം ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് വേറൊരു ടേസ്റ്റാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും ആ ടേസ്റ്റ് മനസ്സിലുണ്ടാവും. അതുപോലെ നമുക്ക് മറക്കാനാവാത്ത ടേസ്റ്റ് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കഴിച്ച ചില ഫുഡിൻ്റെ ആയിരിക്കാം, ചില സ്പെസിഫിക് ഫ്രൂട്ടിൻ്റെ ആയിരിക്കാം. ഞാൻ ആദ്യമായിട്ട് മാംഗോസ്റ്റീൻ കഴിച്ചത് എനിക്കിപ്പോഴും അതാണ് നൊസ്റ്റാൾജിയ. ഇപ്പോഴും മാംഗോസ്റ്റീൻ കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് കൊതി വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് രുചീനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം ആദ്യമായിട്ട് കഴിച്ചത് കുറ്റാലം, ആദ്യമായിട്ട് കഴിച്ച സ്ഥലം കുറ്റാലം, അമ്മൂമ്മ വിളമ്പി തരുന്ന ആ ടേബിളിൻ്റെ നിറം, അടുത്തുള്ള ആ മതിലും, വരുന്ന അമ്മാവന്മാരും, അമ്മൂമ്മ ആദ്യമായിട്ട് ഉണ്ടാക്കി തരുന്ന ജിലേബിയും, എൻ്റെ പൂണൂലിന് വേണ്ടിയിട്ട് അമ്മമ്മ ഒരു വലിയൊരു ഡ്രം നിറയെ കോക്കനട്ട് ബർഫി കൊണ്ടുവന്ന് അത് കഴിച്ച് കൊതിയേറിയിട്ട് പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റാതെ ഫുൾ എല്ലാം കൂടെ ഛർദ്ദിച്ച് ഒരു വഴിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ട്. കഴിച്ച് നമുക്ക് ഇത് ചെയ്യാൻ ഏറ്റവും കഷ്ടം എന്ന് പറഞ്ഞാൽ എന്നെ കുക്കിംഗ് പഠിപ്പിച്ച, അതായത് 4 വയസ്സിൽ ഞാൻ അമ്മൂമ്മയുടെ കൂടെ നിന്നിട്ടാണ് കുക്കിംഗ് പഠിപ്പിച്ചത്. അമ്മൂമ്മയ്ക്ക് എൻ്റെ പൂണൂൽ, അതായത് എനിക്ക് 9 വയസ്സ് കഴിഞ്ഞ സമയത്ത് അമ്മൂമ്മയ്ക്ക് ഡയബറ്റീസ് ആയി. ഡയബറ്റീസ് ആയിട്ട് പിന്നെ മധുരം കഴിക്കാൻ പാടില്ല, ഒന്നും കഴിക്കാൻ പാടില്ല, അത്രയ്ക്ക് കഷ്ടമായി. വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ പാരാലിസിസ് ആയതിനു ശേഷം ഒരിക്കൽ അമ്മ പോയ സമയത്ത് കൈവച്ച് കഴിക്കാൻ പറ്റാതെ പ്ലേറ്റിൽ മുഖം വെച്ച് കഴിക്കേണ്ടായിരുന്നു. അത്രയ്ക്ക് ഈ ആഹാരം എല്ലാവർക്കും വിളമ്പുകയും എല്ലാവർക്കും ഇങ്ങനെ സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും വയറ് നിറയാതെ പോകില്ല. അങ്ങനെ ഉണ്ടായിരുന്ന അമ്മമ്മ ഷുഗറും വന്ന് കാഴ്ചയും പോയി, കൈയിൻ്റെ സ്വാധീനവും പോയി. ആരും ഇല്ലാത്തപ്പം കഴിക്കണം എന്നുള്ളപ്പോൾ പ്ലേറ്റിലേക്ക് ഫേസ് ഇട്ട് കഴിക്കണമാണ്. അപ്പം അമ്മ കയറിപ്പോയ സമയത്ത് അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല, ഓടിച്ചെന്ന് പിടിക്കാതില്ല. അപ്പോൾ ഈ ഫുഡ് കൊടുക്കുന്ന ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷം അതായിരിക്കാം ഏറ്റവും വലിയ സന്തോഷം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് നമുക്കറിയില്ല. ഈ രുചികളൊന്നും മറക്കാനും പറ്റില്ല. ഇതിങ്ങനെ ഓരോ ഓർമ്മയിൽ നമുക്ക് അതിൻ്റെ കൂടെയുള്ള ഓരോ സാധനങ്ങൾ, ചിലപ്പോൾ ഗ്യാസ് മുട്ടായി പച്ച കളറിലുള്ള ഇപ്പോഴും കടയിൽ കാണുമ്പോൾ ഞാൻ വാങ്ങിച്ച് കഴിക്കും. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ വാങ്ങിക്കുന്ന 5 പൈസയ്ക്ക് വാങ്ങിക്കുന്ന ഗ്യാസ് മുട്ടായി. അപ്പം അത് ചിലപ്പോൾ ഈ ജനറേഷന് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും. ഗ്യാസ് മുട്ടായി എന്ന് പറഞ്ഞാൽ ഗ്യാസ് മുട്ടായി, ഐസ്, സിപ്പപ്പ്. നമ്മളെല്ലാവരും പോയി. ചേട്ടാ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ ക്രിസ്റ്റി ഇത് പറഞ്ഞതുകൊണ്ട് മനസ്സിലുള്ള ഒരു കാര്യം പറയണേ. ക്രിസ്റ്റി ഇപ്പൊ പറഞ്ഞില്ലേ അമ്മ ഭക്ഷണം എല്ലാവർക്കും കൊടുത്ത് അത് കണ്ട് വളർന്നതുകൊണ്ടായിരിക്കും. എനിക്ക് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, ഇവിടെ ക്രിസ്റ്റി എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും എല്ലാവരെയും അത് കൊടുക്കാൻ, വിളമ്പി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനത് നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ആ ഒരു അമ്മയിൽ നിന്ന് കിട്ടിയ അങ്ങനെയാണല്ലോ, നമ്മുടെ കണ്ടും കേട്ടുമാണല്ലോ നമ്മൾ വളരുന്നത്. Milma presents Fira Foods Celebrity Kitchen Magic Season 3 powered by അമൃതവേണി, KSFE and നമ്മുടെ രാമചന്ദ്രൻ. വിഷ്ണു, ഞാനൊരു 2-2.5 കൊല്ലം ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തനിച്ചായിരുന്നു അവിടെ.
സോ ഞാൻ ചെന്ന് തേർഡ് വീക്ക് എന്തോ അവിടെ കൊറോണയുടെ സെക്കൻഡ് വേവ് വന്നു. സോ എൻ്റെ റൂമിലുണ്ടായിരുന്ന 2 റൂംമേറ്റ്സ് എനിക്കൊന്നും ഉണ്ടാക്കാൻ അവിടെ ബാംഗ്ലൂർ പോകുന്ന സമയത്ത് വെള്ളം ചൂടാക്കാൻ പോലും എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അത്ര മിടുക്കനായിരുന്നു ഞാൻ. അത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ഞാൻ ഇനി നാട്ടിലോട്ടില്ല, 6 മാസം കഴിഞ്ഞിട്ട് കാണാം, മറ്റേ റോക്കി ബൈ പോണ പോലെ. ഇനിയൊന്നും ഞാൻ മഞ്ഞില്ല, പെട്ടെന്നൊന്നും വരുന്നില്ല. അവിടെ ചെന്ന് സെക്കൻഡോ തേർഡോ വീക്ക് തന്നെ കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആയി. കൂടെ ഉണ്ടാകുന്ന 2 റൂംമേറ്റ്സ് നാട്ടിൽ പോകണമെന്നും പറഞ്ഞ് പോകാൻ പോയി. എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, സെൽഫ് റെസ്പെക്ട്. തിരിച്ചു പോയി കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കൂലേ, ഞാനവിടെ ഒന്നും പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നുള്ള രീതിയിൽ. പിന്നെ കുക്ക് ചെയ്യണം, സർവൈവ് ചെയ്യണം എന്നുള്ള രീതിയായി. അപ്പം ഇതേപോലെ ഒന്നുമില്ലെങ്കിൽ യൂട്യൂബ് നോക്കും, അമ്മേനെ ഫോൺ വിളിക്കും, ഇതെന്താ ചെയ്യേണ്ടത്, ഗ്യാസ് എങ്ങോട്ടേക്കാണ് തിരിക്കേണ്ടത് ഓണാക്കാനായിട്ട്. അപ്പം പിന്നെ രാത്രി അതിനു മുമ്പ് അമ്മയുടെ 2-3 ടിപ്പാണ്. കിടക്കണതിന് മുമ്പ് ഗ്യാസ് ഓഫ് ആക്കണം, പുറത്തോട്ട് പോകുമ്പോൾ ഗ്യാസ് ഓഫാക്കി വെക്കണം. ഇതൊക്കെ അപ്പം കിട്ടിയതാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ഓരോ കറികൾ പയ്യെ ആദ്യം മുട്ട വറുക്കാൻ തുടങ്ങി. അങ്ങനെ ചെറിയ പിന്നെ നമ്മുടെ അപ്പോൾ പ്രോട്ടീനാണ് മെയിൻ. അപ്പോൾ സാമ്പത്തികപരമായിട്ട് അത്ര ഇതായിട്ടില്ല, ചിക്കൻ മേടിക്കാനുള്ള ഇതായിട്ടില്ല. അവിടെ ചെറുപയർ മേടിക്കുന്നു, ഉണ്ടാക്കുന്നു, പ്രോട്ടീനാണ്. സോയ ചങ്ക്സ് മേടിക്കുന്നു, ഉണ്ടാക്കുന്നു, സോയ ചങ്ക് റോസ്റ്റ് കറി. പിന്നെ ഓരോ ദിവസവും ഇതേപോലെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അമ്മേനെ വിളിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പറയാൻ തുടങ്ങി, ഞാൻ ഇതുണ്ടാക്കി. അപ്പോൾ അവിടെ നിന്ന് ആദ്യമായിട്ട് അപ്പോൾ നമുക്കൊരു ബൂസ്റ്റായി തുടങ്ങി ഉള്ള രീതിയിൽ. അങ്ങനെ പയ്യെ കുറച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോഴും ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ എനിക്ക് വേണ്ട ഫുഡ് വേറെ ആൾക്ക് ഷെയർ ചെയ്യാറില്ല. ഐ മീൻ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ കഴിക്കും. എനിക്കപ്പം മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ചെറുപ്പക്കാരും പെൺകുട്ടിയായിട്ട് ആൺകുട്ടി ആയിക്കോട്ടെ സർവൈവ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നെ അതോട്ട് ഫുഡ് ഉണ്ടാക്കൽ മാത്രമല്ല ചേട്ടാ, ചെറിയ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഈ പാത്രം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം എടുത്തുകൊണ്ട് പോയിക്കോട്ടെ, കഴുകി വെക്കാനായിട്ടുള്ള അവരുടെ ധൃതി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തോ ഇത് ഉണ്ടാക്കലും മാത്രമല്ല, ഇതൊക്കെ കഴുകി വെക്കണമല്ല, ഇത് കഴുകി വെക്കണം, സ്ലാബ് തുടക്കണം, വീടടിച്ചു വരണം തുടക്കണം. അപ്പോഴാണ് അതെനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടാണെങ്കിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും ഞാൻ പറയാറുണ്ട് ഇതുപോലെ കുറച്ച് ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും മക്കളെ ഒന്ന് തനിച്ച് എവിടെയെങ്കിലുമൊക്കെ പഠിക്കാനാണെങ്കിലോ ജോലിക്കാണെങ്കിലോ വിടുക. അവർ സ്വയം നിന്ന് ഇൻഡിപെൻഡൻ്റ് ആവട്ടെ, സ്വയം എങ്ങനെ ജീവിക്കാൻ പറ്റുന്നുള്ളത് അല്ലെങ്കിൽ ജീവിച്ചു പോകാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള രീതിയാണെങ്കിലും കൂടി അവരത് മനസ്സിലാക്കിയിരിക്കണം. ഞാനത് മനസ്സിലാക്കി കുറച്ച് ലേറ്റായി പോയി. സോ അതാണ് എൻ്റെ അത്യാവശ്യം എനിക്ക് ജീവിച്ചു പോകാനും എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്ത് ജീവിച്ചു പോകാൻ പറ്റിയ രീതിയിലായി. അല്ലേ, ഓരോ അനുഭവങ്ങളും നമുക്ക് അവരുടെ ഓർമ്മകളിലൂടെ പോകുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ചിന്തകളിലേക്കും പോകാം അല്ലേ. നമ്മൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരുന്ന ഓരോ അനുഭവങ്ങളായിരുന്നു. ചേച്ചി പറയുമ്പോൾ നമ്മൾ ചേച്ചിയോടൊപ്പം കുറച്ച് സഞ്ചരിച്ചു. എന്നാൽ ഈ പറഞ്ഞതുപോലെ നന്നായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് പ്രിയപ്പെട്ട നാദിരയുടെ അരികിലേക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ കുറേ അധികം ഓർമ്മകളുണ്ട്. എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടൊന്നും. പക്ഷേ ഇപ്പോൾ അമ്മയുടെ കഥയൊക്കെ പറയുന്ന സമയത്ത് ഒരു ചെറിയ സങ്കടത്തോടു കൂടി ഒരു കഥയാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ 18ാമത്തെ വയസ്സിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ 18 തൊട്ട് ഒരു 23 വയസ്സ് വരെ തൊട്ടടുത്ത് ഉണ്ടായിട്ട് പോലും എനിക്ക് എൻ്റെ ഉമ്മയുടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വളരേണ്ടി വരുന്നത് ഒരു ഭയങ്കര ഗതികേടത്. ചിലപ്പോൾ അനുഭവിച്ചവർക്ക് ചിലപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ തൊട്ടടുത്തുണ്ട്, പക്ഷെ വിദേശത്താണെങ്കിൽ നമുക്ക് അങ്ങനെ സമാധാനിക്കാം. അപ്പം കോണ്ടാക്ട് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഭക്ഷണം ഉണ്ടാകും. ഞാൻ ഭയങ്കര കൊതിയോട് വിളിച്ച് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് ഒരു പക്ഷേ. എങ്കിലും ഉമ്മ ഭയങ്കര സ്നേഹോട്ടാന്നും. പക്ഷെ ഉമ്മയുടെ അവസ്ഥ ഇല്ലല്ലോ. ഉമ്മ പിന്നെ ഹൗസ് വൈഫാണ്, ഡിപ്പെൻഡഡ് ആണ് പാരന്റ് മറ്റുള്ളത്. അപ്പം ഉമ്മക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെയൊന്നും പറ്റാതെ ഒരു 5 വർഷം കടന്നുപോയ ഒരാളാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, എൻ്റെ ഉമ്മയുടെ കൂടെയാണ്, വാപ്പയുടെ കൂടെയൊക്കെയാണ്. അപ്പം അവിടെ നിന്ന് ഇപ്പം അത് ഭക്ഷണം കഴിക്കുമ്പം ഭയങ്കര ഞാൻ ആലോചിച്ച് നോക്കാം, ഞാൻ സ്വപ്നം കണ്ടതൊക്കെ നടക്കുന്നു എന്നുള്ള വലിയൊരു സന്തോഷവും കൂടിയുണ്ട്. അപ്പം പൊതുവേ ഈ അമ്മയുടെ കഥയൊക്കെ പറയുമ്പോഴത്തേക്ക് 5 വർഷമൊക്കെ കഴിക്കാതിരുന്നതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡില്ലെങ്കിൽ ആ സമയത്ത് പുറത്തുനിന്ന് കഴിക്കുക, മറ്റുള്ളവരുടെ ഭക്ഷണം കഴിക്കുക. അല്ല, ഒന്ന് ഓർത്ത് നോക്കൂ, ഈ പറഞ്ഞ പോലെ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരാളായി മാറിയിരിക്കുകയാണ്. അതാണ്. അത് മാത്രമല്ല എല്ലാം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന രീതിയിലേക്ക് അതാണ്. പക്ഷെ എനിക്ക് തോന്നുന്ന വലിയ സന്തോഷം ഇപ്പൊ ഞാൻ കാരണം മറ്റുള്ളവരുടെ ഫാമിലിയിലും കൂടി ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായി എന്ന് കേൾക്കുന്നത് ഭയങ്കര പ്രൗഡ്. എനിക്ക് ഇന്ന് പോലും ഒരു കോളിൽ അത് കേൾക്കാൻ പറ്റി. അപ്പം ഈവൻ ഞാനിപ്പം ഇങ്ങനെ ജീവിച്ചു വരുന്ന രീതികൾ കണ്ടിട്ട് ആ വീട്ടിലുള്ള കുട്ടീനെ ആ വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷം. അതിന്റെ ഒരു പാർട്ടാവാൻ പറ്റിയത് വലിയൊരു മാറ്റമാണ് അത് ശരിക്കും. പറഞ്ഞ പോലെ തിരികെ അമ്മയുടെ അരികിലേക്ക് തന്നെ വരാനും വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതെ, ഇന്നിപ്പോ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു തന്നിട്ട് ആ റെസിപ്പി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാട്ടോ അതിലേക്ക് എത്തി.
അതിന് കേൾക്കുന്നവർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. നല്ല കാര്യം. ദിവ്യ എന്താ മിണ്ടാണ്ടിരിക്കണേ? വേണ്ടേ? വേണം. ഞാൻ പെട്ടെന്ന് ഈ മനസ്സിനകത്ത് ഫീൽ വരുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ഈ കഴിച്ച മാങ്ങ ഞാനൊന്ന് അതിൻ്റെ നേരത്തെ കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ വിട്ടിട്ടില്ല മാമ്പഴം. ഓ, നേരത്തെ മാങ്ങ എന്തായാലും കയ്യിൽ പിടിച്ചു വെച്ചിരിക്കല്ലേ അനീഷേട്ടാ. അവിടെ നിൽക്കണം. ആന്തി മാങ്ങ കാര്യം മനസ്സിലായോ? മനസ്സിലായി. അതിനെന്താ പറഞ്ഞറിയാം കൊരട്ട. കൊരട്ടയും പോയി. ഇനി പറയാം. ഇനി അങ്ങനെ പറയാൻ വീട് തെറിയാണെങ്കിലും വരക്ക് ഇവിടെ തിരക്കി ആടെ പറഞ്ഞോ. മാങ്ങാണ്ടിക്ക് പറയണത് പോരട്ടെ. ശരി. ഇനി എനിക്ക് നാദ്ര പറഞ്ഞതുപോലെ തന്നെയാണ് അത്. അവൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് കൊണ്ടു. അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ദീപം പറഞ്ഞപ്പോൾ നന്നായിട്ട് എനിക്ക് ഉള്ളിൽ നിന്ന് നല്ലോണം കരഞ്ഞ ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ ലൈഫിൽ വന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അതിന് കാരണം. ഞാൻ അമ്മേനെ വിട്ടു നിൽക്കേണ്ട ഒരവസ്ഥ. ഇവിടെ തിരുവനന്തപുരത്തേക്ക് മാറിയ ശേഷം കുറേ വർഷത്തോളം എനിക്ക് എൻ്റെ വീട്ടുകാരെ മൊത്തം ആരും ഇല്ലാണ്ട് ഒറ്റപ്പെട്ടൊരവസ്ഥയുണ്ടായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല, എൻ്റെ മക്കളും ഞാനും മാത്രമായിരുന്നു. അപ്പോൾ എൻ്റെ ഞാൻ ശരിക്കും അവിടെ എൻ്റെ അമ്മേനെ മിസ് ചെയ്തു, അമ്മമ്മേനെ മിസ് ചെയ്തു, എൻ്റെ ചേച്ചീനെ മിസ് ചെയ്തു. എൻ്റെ ചേച്ചിക്കാരെ എനിക്ക് ചായ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അവൾ എൻ്റെ അമ്മക്ക് അങ്ങനെ നല്ല ചായ ഉണ്ടാക്കാൻ അറിയില്ല. ഉണ്ടാക്കും അമ്മ, പക്ഷെ അതിനൊരു ടേസ്റ്റ്. പക്ഷെ എൻ്റെ ചേച്ചിയാണെങ്കിൽ ഞാൻ മുന്നേ അവിടെ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു കപ്പ് നിറയെ ചായ നല്ല പാലൊക്കെ വെച്ച് കടുപ്പത്തിൽ ഞാൻ അവളെ വീട്ടിലേക്ക് പോകുന്നത് അറിഞ്ഞാൽ അപ്പം കൊണ്ടുതരും എനിക്ക്. അത് ഒരുപാട് മിസ്സായി. ഇപ്പോഴും ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ ഉണ്ടാക്കി തരുന്ന നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു പരിപ്പ് കറി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു തോനെ പരിപ്പ് എടുക്കും. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ കൂടി ഏട്ടനോട് പറഞ്ഞു ഞാൻ തോനെ പരിപ്പ് എടുക്കും. എന്നാൽ അത് വെച്ചാലും അതിന് വലിയൊരു ടേസ്റ്റ് എന്ന് പറയണ്ടല്ലോ. പക്ഷെ അമ്മ ഇച്ചിരി എടുക്കുള്ളൂ. പക്ഷെ അതെല്ലാവർക്കും കൂടി എത്തുന്ന വിധത്തിലായിരിക്കും. അത് വെറുതെ പരിപ്പ് വേവിച്ച് അതിനകത്ത് കടുകും ചുവന്ന മുളകും വെളുത്തുള്ളിയും കൂടി വറുത്തിട്ടിട്ട് തരും. അത് സൂപ്പറാണ് കഴിക്കാൻ. ഞാൻ പറയാം അതൊന്നുമില്ല, കുറച്ചേ പരിപ്പുണ്ടാവുള്ളൂ. പക്ഷെ അതൊക്കെ മിസ് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അമ്മ എന്ന് വെച്ചാൽ നല്ല പ്രായമുണ്ട്. അപ്പം അമ്മമ്മ അപ്പം അമ്മമ്മ കഴിച്ച പാത്രം അമ്മമ്മ അതിൻ്റെ ഇടയിൽ പണിയെടുക്കുന്നുണ്ടാവും. ചിലപ്പം പ്രായത്തിൻ്റെ ചില ഓർമ്മക്കുറവുകൾ ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ ചാണം തേച്ച നിലമാണ് അമ്മമ്മ. അതൊന്നും അറിയാണ്ട് അത് ചിലപ്പം ഈ എച്ചിൽ വീണതൊക്കെ അത് എടുക്കുന്നുണ്ടാവും, ചോറിലേക്ക് ഇടുന്നുണ്ടാവും. അതിനെ അമ്മ അറിയുന്നില്ല. പക്ഷേ ഞാൻ ഈ പഠിച്ച് ഞാൻ രാവിലെ അധികം കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉച്ചക്ക് അങ്ങനെ കാര്യമായിട്ടുണ്ടാവില്ല. ആരെങ്കിലും സ്കൂളിൽ കൊണ്ടുവരുന്നതൊക്കെ ചിലപ്പം അതിൽ നിന്ന് 2 വാരി കഴിക്കും. അതുപോലെ വൈകുന്നേരം പോയാൽ തലേ ദിവസത്തെ ചോറ്, നമ്മൾ പുളുത്ത് എന്ന് പറയും, ഇവിടെ പഴങ്കഞ്ഞി എന്ന് പറയും, അത് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് അതിന് കറി ഉണ്ടാവില്ല. അപ്പോൾ ഈ കാന്താരി മുളകെല്ലാം നമ്മൾ ഉപ്പും മുളകൊക്കെ ഞെളിച്ച് കഴിക്കില്ലേ, അതായിരുന്നു എൻ്റെ ഡെയിലി ഞാൻ കഴിക്കും. അപ്പോൾ അതൊക്കെ കഴിക്കും. അതൊരു ഓർമ്മയാണ്. അതുപോലെ അമ്മമ്മ ഒരു ദിവസം ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ അമ്മമ്മേൻ്റെ അടുത്ത് പോയി, അടുത്ത് തന്നെയാണ് വീട്, പോയി അമ്മമ്മ ഇത് ഞാൻ കണ്ടോണ്ട് നിൽക്കുകയാണ്. ഈ ചാണത്തിൻ്റെ അടുത്ത് കൈവെക്കുന്ന ഈ എച്ചിൽ ഇങ്ങനെ വാരി ഇടുന്നതൊക്കെ കഴിക്കുമ്പോൾ അമ്മമ്മ ഞാനടി കഴിക്കുന്നുണ്ട്. അപ്പം അത് കുറച്ചങ്ങോട്ട് മാറ്റി ഞാൻ പറഞ്ഞു അമ്മമ്മ എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞാൽ അമ്മമ്മ അതിനകത്തേക്ക് തന്നെ അമ്മമ്മ കുഴച്ച് വെച്ചതാണ്. അതിനകത്തേക്ക് തന്നെ ചോറ്. ചിലവരത് എച്ചിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അധികം ആളുകൾ അങ്ങനെ കഴിക്കൂല. ഞാൻ റെഡി വെച്ച ചോറ് അമ്മമ്മ എനിക്ക് വായിൽ തന്നു. അത് ഞാൻ കഴിച്ചു. എൻ്റെ അമ്മമ്മ എന്നെ അമ്മമ്മയൊക്കെ കരഞ്ഞോണ്ട് പറയാണ് ഇതിപ്പോൾ ആരും അങ്ങനെ കഴിക്കൂലല്ലോ, എൻ്റെ മോക്ക് അങ്ങനത്തെ ഒരു ഞെട്ടക്കേടോ അറപ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് അമ്മമ്മ എനിക്ക് വായിൽ തന്നു. പക്ഷെ ആ ഒരു ടേസ്റ്റ് അമ്മമ്മ ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ അമ്മമ്മ എല്ലാവർക്കും ഉപകാരപ്പെട്ടതായിരുന്നു, എല്ലാവർക്കും. പക്ഷെ എന്തോ ലാസ്റ്റ് നരകിച്ച് മരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. ഉണ്ട് അല്ലേ? ഞാൻ ഇപ്പം അങ്ങനെ പോകുന്നില്ലല്ലോ, പലപ്പോഴും ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പിന്നെ എല്ലാം സെറ്റായി. അതാണ് എനിക്ക് അങ്ങനല്ല, എനിക്ക് എന്നെ ഉപേക്ഷിച്ചവരും എന്നെ അത്രയും പറഞ്ഞവരെല്ലാം ഈ കല്യാണത്തോട് കൂടിയാണ് എല്ലാവരും സെറ്റായി. നിങ്ങളുടെ ലൈഫ് കിട്ടിയതുകൊണ്ട് അവരത്രയും ഹാപ്പിയാണ്. ഇപ്പം എന്നെ തള്ളി പറഞ്ഞ് എല്ലാവരും എന്നെ കോൾ ചെയ്തിട്ട് അയ്യോ എന്താണ് ഇപ്പം അങ്ങനെ ചെയ്തു തരുമോ ഇങ്ങനെ ചെയ്തു തരുമോ എന്ന് എനിക്ക് നല്ല ലൈഫ് കിട്ടിയല്ലേ, നമുക്ക് നല്ലതല്ലേ പറയുന്നത്, ക്രിസ്റ്റിനെ പോലത്തെ ഒരാളെ കിട്ടിയ അച്ഛാ അതിന് എത്ര ഇടിച്ചിട്ടവരാണെങ്കിൽ ഇപ്പം എൻ്റെ മുമ്പിലേക്ക് ഇപ്പം എന്നോട് ചോദിക്കുന്നത് പൈസക്കാണ്. അതിന് ദൈവം എന്ന് പറയുന്ന ഒരാൾ ശക്തി ഉണ്ട് അല്ലേ?
എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ദിവ്യ ഇങ്ങനെ സങ്കടപ്പെട്ട് തുടങ്ങുമ്പോഴേ പിന്നിലൊരു കരവിങ്ങനെ അല്ല എനിക്ക് തോന്നുന്നത് നമ്മൾ ആരൊക്കെ നമുക്ക് എപ്പോഴും നേരത്തെ നാദന പറഞ്ഞ പോലെ അനുഭവിക്കുന്നവരോളം വേദന അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് വേറൊരാൾക്കുണ്ടാവില്ല. ഇപ്പൊ എന്റെ കൈ മുറിഞ്ഞാലല്ലേ എന്റെ മനസ്സ് വിഷമിച്ചാൽ എന്നെ എനിക്ക് മനസ്സിലാവുള്ളൂ. വേറെ കണ്ടതൊക്കെ ആശ്വസിപ്പിക്കാൻ മാത്രമേ പറ്റൂ. ഒരു പക്ഷേ കണ്ടു നിന്ന് പലതും പറഞ്ഞിട്ടുണ്ടാവാം അല്ലേ. പക്ഷേ ഇപ്പൊ നമ്മൾ നേരിൽ കാണുന്നതാണ്. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം പോലും മാറി നിൽക്കാതെ ഭക്ഷണം കഴിക്കാൻ പോലും നമ്മളോടൊപ്പം അല്ല, അവരപ്പോഴും അവരുടെ ഒരു ലോകത്തേക്ക് നിൽക്കുകയും അതോടൊപ്പം നമ്മളോടൊപ്പം സ്നേഹം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ മാതൃകാപരമായിട്ട് എനിക്ക് കിട്ടാത്തൊരു ലൈഫാണ്. ഇത്രയും നാൾ എന്റെ ജേർണിയിൽ ഇല്ലാത്തൊരു ലൈഫാണ് എനിക്ക് തന്നത്. അപ്പൊ ദൈവമില്ലെന്ന് പറയാൻ പാടുണ്ടോ? അമ്മാമ്മയോട് ദൈവം ഇങ്ങനെ കാണിച്ചു ചോദിച്ചില്ലേ, അതേ ദൈവം തന്നെയല്ലേ. ചില സമയത്ത് എന്താ ഇത്ര പൂരനാവുന്ന മീൻസ് അത് അത്ര നല്ലത് ചെയ്തിട്ടും ഉപകാരം ചെയ്തിട്ടും. നേരത്തെ പറഞ്ഞില്ലേ ഈ ഉച്ച സമയത്ത് സ്കൂളിൽ പോയിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതികൾ പറഞ്ഞിരുന്നു. വളരെ തുച്ഛമായ രീതിയിൽ കഴിക്കുന്ന ഇല്ലായ്മകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് കഴിക്കുന്നത് ഇപ്പൊ ഈ ക്രിസ് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണ്. നമ്മൾ പോലും കഴിച്ചില്ലാത്ത കാര്യങ്ങൾ കഴിക്കാത്തത് പോട്ടെ, കേൾക്കാത്ത സാധനങ്ങളൊക്കെ. അല്ല, നമുക്ക് പണ്ട് 40 പൈസയായിരുന്നു പേപ്പറിൽ പൊതിഞ്ഞ കപ്പലിന്റെ. അതിനു വേണ്ടിയിട്ട് കൊതിച്ചിട്ടുള്ള ആളാണ് ഒരു പാക്കറ്റിന് വേണ്ടിയിട്ട്. ഞാൻ എന്തിനു പറയണം, എൻ്റെ ലൈഫിൽ ഞാനൊരു മുട്ട പുഴുങ്ങിയത് കഴിക്കാൻ ആഗ്രഹിച്ചു, ഒരു ഓംപ്ലേറ്റ് കഴിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു. അതുപോലും ഇല്ലാത്തൊരവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം 18 വയസ്സ് വരെ അല്ല, അതിന് ശേഷം. കാരണം നമ്മൾ ആഗ്രഹത്തിനൊന്ന് വെക്കാനോ ഒരു മുട്ട പോലും മാറ്റി വെക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഞാനത് പറയാമെന്ന് വരുന്നില്ല. ദിവ്യ അമ്മയുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ച് അത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ കാര്യം എന്താണെന്നറിയോ, ഇപ്പം വളരെ ഹാപ്പി ആയിട്ടിരിക്കില്ലേ കൃഷിയേട്ടൻ. നമ്മൾ കാണുകയാണ്, നമ്മൾ നേരിട്ടിപ്പോൾ കാണുകയാണ്, പുറമേ അല്ല, നമ്മൾ നേരിട്ട് കാണുകയാണ്. ആ ഒരു പ്രൊട്ടക്ഷനും ആ സെക്യൂരിറ്റിയും എല്ലാം. ഇപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ടച്ച് ചെയ്ത പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പോഴും സെക്കൻഡ് മാരേജ് ആണല്ലോ ഞാൻ. എനിക്ക് എൻ്റെ ഫാമിലി ഇതുവരെ അടുത്തിട്ടില്ല. ഇപ്പോഴും എൻ്റെ പുറകിൽ നിന്ന് എൻ്റെ ഫാമിലി പറയുന്നത് 2 പെൺകുട്ടികളെ വെച്ചിട്ട് അവൾ എന്തിനു കല്യാണം കഴിച്ചു, 5 വർഷമായി. ഇപ്പോഴും അത് കേൾക്കുകയാണ്. കുട്ടികളും ചേട്ടനും മാത്രമാണ് എൻ്റെ ലൈഫിൽ. പക്ഷെ ആ ചേട്ടൻ്റെ ഒപ്പം ചേച്ചി ഹാപ്പി അല്ലേ? അതല്ലേ ഏറ്റവും അത് പറഞ്ഞു പെട്ടെന്നേ. ഇപ്പോഴും എൻ്റെ ബാക്കിൽ അതാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. എന്തിനു 2 കുട്ടികളല്ലേ. ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഈ കിച്ചണിനകത്ത് ഇത്രയും വലിയൊരു ഫാമിലി ഉണ്ട്, ഇനി ഞങ്ങളുടെ ഫാമിലിയും കൂടെ ഉണ്ട്. കുറച്ച് വലുതായി പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ കംപ്ലൈന്റ് ഇവിടെ നമ്മളൊന്ന് മാത്രം ഓർക്കുക, ഇവരാരും ഈ പറയുന്ന സമയത്ത് കഴിഞ്ഞ് പിന്നെ ഇവരാരും നമ്മളെ പറ്റി അന്വേഷിക്കുന്ന പോലും ഇല്ലേ. നമുക്കൊരു ആപത്ത് വരുമ്പോൾ, ഒരു ആശങ്ക വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ ഇവരാരും ഇല്ല. നമ്മളെ കുറ്റപ്പെടുത്തി തുടങ്ങുമ്പോൾ ചുറ്റും നിന്ന് കുറ്റപ്പെടുത്താനല്ലാതെ നമുക്കൊരു കുറവ് വരുമ്പോഴോ ഇതേ അനുഭവങ്ങൾ പോയപ്പോഴും ആരുമില്ല, സപ്പോർട്ട് ചെയ്യാൻ ഒരു വിളിക്ക് പോലും ആരുമില്ല. പക്ഷെ ഒരാൾ വന്നപ്പോൾ പോലും അതിന് സപ്പോർട്ട് ചെയ്യാതെ. മക്കള് എങ്ങനെയാണ് ഇതിനെപ്പറ്റി? മക്കൾ അവരാണ് എന്നെ ഇപ്പോഴും അവര് സമ്മതിച്ചോണ്ടാണല്ലോ അവൾക്ക് അങ്ങനെ ഒരു മാരേജ് കല്യാണം. ഞങ്ങൾക്ക് പഠിച്ച് നല്ല അവരുടെ ഡ്രീം അവർ പറയുന്നത് ഞങ്ങൾക്ക് പഠിച്ച് നല്ല നിലയിലേക്ക് പോകണം. ആ സമയത്ത് അമ്മ ഒറ്റപ്പെടരുത്. കാരണം അവർക്ക് പഠിച്ച് പല ജോലിയിലേക്ക് പോകുമ്പോൾ, തിരക്കുകളിലേക്ക് പോകുമ്പോൾ അമ്മയെ കൂടെ നിർത്തി നോക്കാൻ ചിലപ്പോൾ ഞങ്ങൾക്ക് ആ തിരക്കിൽ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് അമ്മ ഒറ്റയ്ക്കാകുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയിൽ ആ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റില്ല. അമ്മ ഒറ്റയ്ക്കായാലും എന്നുള്ള വിഷമം വരും. അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്കായാലും നമുക്കൊരു കൂട്ട് വേണം. തീർത്തും ഒറ്റയ്ക്കാണെന്നും ഏറ്റവും സങ്കടം തോന്നിയ നിമിഷം എപ്പോഴായിരുന്നു? എൻ്റെ മൂത്ത മോൾക്ക് ശ്വാസം മുട്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഈ അടുത്ത സമയം വരാം. പക്ഷെ ഇപ്പോൾ ഇല്ല. ഇപ്പം പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഓക്കെ. അവൾക്ക് ഒരു പ്രാവശ്യം ഞാൻ കൊച്ചിയിൽ ഷൂട്ട് കിടക്കുക, മക്കൾ 2 ഒറ്റയ്ക്കാണ് വീട്ടിലപ്പോഴും. രാവിലെ ഒരു സെർവൻറ്റ് വന്ന് ദൂരോട്ട് പോകുമ്പോൾ ഒരു സെർവൻറ്റ് വന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ട് പോകും. ഈ കുഞ്ഞുങ്ങളെ 2 ഒറ്റയ്ക്കാണ് അവിടെ. കുഞ്ഞിനപ്പോൾ ശ്വാസം മുട്ട് വന്ന് കൂടിപ്പോയി. എനിക്ക് കൊച്ചിയിൽ ഷൂട്ട് കിടക്കാം, 2 നമുക്കറിയാലോ സീരിയലിൻ്റെ ഷൂട്ട് വരുമ്പോൾ നിന്നിരാം. കുഞ്ഞ് വിളിച്ചിട്ട് എനിക്ക് ടെൻഷനാവുമെന്ന് വെച്ചിട്ട് പറയാതിരുന്നു. അപ്പം എനിക്ക് സൗണ്ട് കേൾക്കുമ്പോഴപ്പം വീട്ടിലും മെഡിസിൻസും നെബുലൈസേഷൻ ചെയ്യുന്ന മെഷീൻസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, എപ്പോഴും ഇവർക്ക് വരുന്നുണ്ട്. ഇവർക്ക് കടുത്തുപോയി. എന്നിട്ട് അവസാനം തീരെ നിവൃത്തിയില്ല. നമ്മൾ കുഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് കുഞ്ഞാൾ പറയുന്നത്, അവൾ കുറച്ചുകൂടെ ചെറുതല്ലേ, ചേച്ചി കൊട്ടും വയ്യ അമ്മ, രാത്രിയിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു.
എനിക്ക് ഷൂട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവസാനം 2 ദിവസം ഷൂട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും ഉള്ളതിനെ എനിക്ക് വേണ്ടി എൻ്റെ സീൻസും ഷോർട്സ് മാത്രം എടുത്ത് തീർത്തിട്ട് രാത്രി 10:30 മണിക്ക് കൊച്ചിയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ട്രിവാൻഡ്രത്ത് 1 മണിക്ക് എത്തി കുഞ്ഞിനെ എടുത്ത് അവിടെ കുഞ്ഞ് തളർന്നു വീണു. കുഞ്ഞിനെ എടുത്ത് നേരെ ജൂബിലി ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് 10 ദിവസം ഞാനും എൻ്റെ 2 മക്കളും ഹോസ്പിറ്റലായിരുന്നു. കാരണം കുഞ്ഞാറെ നോക്കാൻ ആളില്ല. ഒരു റൂമിൽ 2 മക്കളും ഞാനും കൂടെ. അവിടെ വെച്ച് എൻ്റെ ഇളയ കുഞ്ഞിനൂടെ പനി പിടിച്ചു. ഈ ഇൻഫെക്ഷൻ വന്നിട്ട് അവക്കും പനിയായി എനിക്കും പനിയായി. ഞങ്ങൾ 3 പേരും ഒരേപോലെ റൂമിൽ ഹസുവായിട്ട് കിടന്നിട്ട് ഒരു മനുഷ്യനില്ല. ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്ന് സിസ്റ്റേഴ്സ് കഞ്ഞിയൊക്കെ കൊണ്ടുവരുമായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങളുടെ ലൈഫ് വീണ്ടും മക്കൾക്ക് ഒരു ഇത് ശരിയാവില്ല. അതെ, അനീഷനെ എപ്പോഴും വിളിച്ച് എൻ്റെ മക്കൾക്ക് ചോക്ലേറ്റ് മേടിച്ച് കൊടുക്കുമെന്നും പറഞ്ഞ് അനീഷൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ട് തന്നു. അല്ല ഇത്രയും സീരിയസ് പറഞ്ഞത് വിഷമിക്കാനല്ല, ഒരിക്കലും ഇതിനെയൊക്കെ പോസിറ്റീവായിട്ട് എടുക്കണം. കാരണം ഞാനിപ്പം ഇതിപ്പോ പറഞ്ഞു വന്നപ്പോൾ അറിയാതെ മെഡിസിൻ പഠിക്കുക. അവള് പഠിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ റെസ്പോൺസിബിലിറ്റിയും അമ്മയെ എനിക്ക് മാത്രം. ദൈവം നിനക്ക് അത്ര അഭിമാനം തോന്നില്ലേ? മോള് പറഞ്ഞു കുറച്ച് നാളും കൂടി പിന്നെ അമ്മ ഒന്നും വിഷമിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. സീരിയസ് ആയ സ്ഥിതിക്ക് നമുക്ക് കൂട്ട് കിട്ടിയ കൃഷിയേട്ടനും മക്കളും ഉണ്ടല്ലോ, അത് തന്നെയാണ്. നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മളും കേൾക്കുമ്പോൾ നമുക്കും സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ ഈ സങ്കടത്തിനൊക്കെ ഒടുവില് നമുക്ക് ഇതൊക്കെ ഇപ്പൊ ഒരു കാലത്ത് സങ്കടപ്പെടുന്നത് ഇപ്പൊ ചേച്ചി ഇപ്പൊ സന്തോഷിക്കുന്നുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷമുണ്ട്, പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ? സംഭവിച്ചതെല്ലാം നല്ലതിനെന്ന് മാത്രമാണ് ഇല്ലല്ല, ഇത്രയും സീരിയസ് ആയിട്ട് പോയ സ്ഥലത്ത് സ്നേഹം വളരെ കൂടുതലാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അയ്യേ കൊള്ളില്ല, ഏട്ടൻ കഴിച്ചോ. എന്നിട്ട് ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ കരഞ്ഞുപോയി. ഞാൻ അവിടെ വെച്ച് കരഞ്ഞില്ല, കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് ബാക്കി എനിക്ക് തരും. അങ്ങനെ ഏട്ടൻ കൂടുതൽ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തതാന്ന് പറഞ്ഞു. പക്ഷെ സത്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, സത്യം ദൈവത്താണ്. അങ്ങനെയല്ല, ഏട്ടൻ കുറച്ച് കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറയും എനിക്ക് മതി ഏട്ടൻ മതി അങ്ങനെ പറഞ്ഞാൽ കൊടുക്കും. എൻ്റെ ലൈഫിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ അപ്സര പറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് പരിഭവങ്ങളും പരാതികളും ഒക്കെ. ഒരു നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് അതിന്റെ ഒരു അത് യാത്ര ചെയ്ത് എവിടെയൊക്കെ പോയി എന്നുള്ളതാണ് അല്ലേ? മിൽമ പ്രസൻസ് ഫിറ ഫുഡ്സ് Celebrity Kitchen Magic Season 3 powered by അമൃതവേണി, KSFE and നമ്മുടെ രാമചന്ദ്രൻ. ദീപനോട് പറയാനുണ്ട്. ഇവരെല്ലാരും ഇമോഷണൽ ആക്കി. പക്ഷെ ഞാനും അങ്ങനെയല്ല, ഇതൊരു ഐ ഓപ്പണിംഗ് ഡേ ആണത്. അതിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളത്. വേറെ അതിനകത്ത് കരയാനും പിടിക്കാനൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ അമ്മ മരിച്ചിട്ട് 8 വർഷമായി. കഴിഞ്ഞ ജൂൺ 19 8 വർഷമായത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട്, ആർട്ടിസ്റ്റായ സുഹൃത്തിനോട് പറഞ്ഞു, എടാ എനിക്ക് ഏതെങ്കിലും കുറച്ച് അമ്മമാരുള്ളൊരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യണം ആ ഡേ. അങ്ങനെ പോകണമെന്ന് പറഞ്ഞു. നമ്മുടെ വെഞ്ഞാറുമൂടുള്ള സ്നേഹസ്പർശത്തായിരുന്നു പോയത്. അവിടെ കുറേ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുറേ അമ്മമാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പലരും നമ്മളെല്ലാവരും സെൽഫിഷാണ്. പല കാര്യങ്ങളും ഇമോഷണൽ ആണെങ്കിലും നമ്മുടെ ഭാഗ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ മനുഷ്യനാകെ നമ്മളുടെ എന്തെങ്കിലും അഹങ്കാരം ഉണ്ടെങ്കിൽ മൊത്തത്തിൽ പോകുന്ന ഒരു ഡേ ആയിട്ട് മാറിയ ഒരു ഡേ ആയിരുന്നു. ഞാനും കുറച്ച് ആർട്ടിസ്റ്റ് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ അവിടെ പരിചയപ്പെട്ട ഏറ്റവും നല്ലൊരു, ഞാൻ കണ്ട ലൈഫിലൊരു നല്ലൊരു മനുഷ്യൻ ജലീലിക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അതിൻ്റെ ഫൗണ്ടർ. അപ്പം അദ്ദേഹം ആംബുലൻസ് ഓടുന്ന ആ പൈസയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ വൈഫും മകളും കൂടെ നിന്നിട്ടാണ് ആ ഒരു 75 അമ്മമാരുണ്ട്. പലർക്കും ഓർമ്മകളില്ല. ഒരു ഫ്ലോറിലാണ്, എല്ലാം സ്ത്രീകളാണെല്ലാം. ഒരു ഫ്ലോറിൽ അമ്മമാർ വസ്ത്രങ്ങൾ പോലും ഇടാറില്ല, കാരണം അവർക്ക് അറിയില്ല. അപ്പോൾ ആ ഫ്ലോറിൽ ഞങ്ങൾ പോയിട്ടില്ല. താഴത്തെ ഫ്ലോറിൽ ഞങ്ങൾ പോയെടുത്ത് അമ്മമാർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നവർ. അപ്പം ഞങ്ങൾ ആ ഒരു ഡേ അവരുടെ കൂടെ കുറച്ച് മ്യൂസിക്കും അതുപോലെ ഫുഡും എല്ലാം ആയിട്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അവർക്ക് ഫുഡ് എല്ലാം സെറ്റ് ചെയ്ത് പോയി, സദ്യ എല്ലാം ഒരുക്കി. പക്ഷേ വാഴയിൽ സദ്യ കഴിക്കാൻ പോലും അവർക്ക് അറിയത്തില്ല, അത് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ജലീലിക്കൊക്കെ അറിയാം ഓരോരുത്തരുടെ വയർ എത്രയാണ്, അവർക്ക് എത്രമാത്രം ആഹാരം കൊടുക്കണം. അപ്പം ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു ഐ ഓപ്പണിംഗ് ഡേ ആയിരുന്നു ആക്ച്വലി. ശരിക്കും
ഞാൻ അപ്പോൾ എന്നെ കൊണ്ടാണ് ഫുഡ് കൊടുപ്പിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഓരോ ഫുഡ് എടുത്ത് ഒരു അമ്മ ഇല്ല ഇതിവിടെ അല്ല ഇതിവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ചോദിക്കുമ്പോഴേക്കും പറയാം ആ അമ്മ ഇത്രേ കഴിക്കത്തുള്ളൂ. അപ്പം അത്രയും നാൾ നമ്മളെ ഒരു അമ്മയെ നോക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഇത്രയും അമ്മമാരെ നോക്കുന്ന ആ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ആംബുലൻസ് ഓടുന്ന കിട്ടുന്ന ആ ഒരു ക്യാഷിലും കുറച്ച് ആൾക്കാർ സഹായിക്കുന്ന പൈസയിലും പച്ചക്കറി കൊണ്ട് കൊടുക്കുന്ന ഇതിലൊക്കെയാണ് അവിടുത്തെ ഫുഡ് പോകുന്നത്. അതിൽ കണ്ട ഓരോ അമ്മമാർ ഫുഡ് കഴിക്കുന്നത് ഞാൻ ഒരുപാട് കരഞ്ഞു ആട്ടെ. കാരണം നമ്മളൊക്കെ എത്ര ബ്ലസ്ഡ് ആണ് ആരോഗ്യപരമായിട്ടും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് ബ്ലസ്ഡ് ആണ്. പക്ഷേ ആ മൊമെൻറ്റിൽ ഒരു അമ്മ കാഴ്ചയില്ലാത്ത അമ്മമാരുണ്ട്, ഇത് ഭക്ഷണമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അമ്മമാരുണ്ട്, ചില ആൾക്കാർക്ക് ഇക്ക വാരി കൊടുക്കുന്നുണ്ട്. അപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ആഹാരം കഴിക്കുന്ന ഒരുപാട് അമ്മമാരെ കണ്ടു ഞാൻ എൻ്റെ ലൈഫിൽ. ഏറ്റവും എന്താ പറയുക ശരിക്കും നമ്മൾ ഒരുപാട് നല്ല മനുഷ്യരെ ഞാൻ അവിടെ കണ്ടു. അതാണ് എൻ്റെ ആ ഒരു സ്ഥാപനം എവിടെയാണ്? വെഞ്ഞാറമൂടാണ്. അപ്പം ഞാൻ പറയുന്ന സ്നേഹസ്പർശം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യായിരിക്കും. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ നമ്മളുടെ ഒരു നല്ലൊരു ദിവസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓർമ്മ ദിവസം ആയിക്കോട്ടെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ RCCയിൽ അമ്മയെ ട്രീറ്റ്മെൻറ്റ് പോകുന്ന സമയത്ത് കുട്ടികളുടെ ഒരു സെക്ഷനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ച് അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ വിഷമിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറയണം നീ ഒരു സ്ഥലത്ത് പോകണം കുട്ടികൾ. ഞാൻ അവിടെ പോയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഒരു കുഞ്ഞിന്. അവർ കീമോ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴാണ് നമ്മൾക്ക് ഒരുപാട് ഭാഗ്യമാണ്. നമ്മൾ ആരോഗ്യം കൊണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു അഹങ്കാരം തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാവും, നമ്മൾ സെൽഫിഷ് ആവുന്ന നിമിഷങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ നമ്മളെ മനുഷ്യനാക്കുന്ന കുറേ അനുഭവങ്ങളാക്കി മാറ്റി. അപ്പം ഇതാണ് എനിക്ക് ആ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഡേയിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ അടുത്ത ദിവസം സംഭവിച്ചത്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ്സ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി, KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. ഇനി ആരാണ് സന്തോഷം പങ്കിടുന്നത്? നവീൻ ചേട്ടൻ ചിരിച്ചോണ്ടിരിക്കണം. അപ്പൊ എന്തോ ഒരു സന്തോഷം. അല്ല അത് എൻ്റെ 10ാം ക്ലാസ് നടന്ന കാര്യം. പക്ഷെ ആ സത്യാവസ്ഥ ഇന്ന് വരെ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതിന്റെ വേറൊന്നുമല്ല, ഞാൻ എനിക്ക് എന്തിപ്പം ഒരു മിഠായി കിട്ടിയാലും എന്ത് കിട്ടിയാലും എനിക്ക് വേറെ ആൾക്ക് കൊടുക്കണത് ഒരു താല്പര്യമില്ല. 2 പേര്. സ്വന്തം അനിയന് പോലും ഞാൻ കൊടുക്കൂല. അതെന്താന്ന് വെച്ചാൽ പോലെ ഇല്ലല്ല എൻ്റെ കയ്യിൽ ഇല്ലല്ല ഇല്ലടാ അത് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇത് പറഞ്ഞ പോലെ വൈകിട്ട് ക്രിക്കറ്റൊക്കെ കഴിഞ്ഞ് വന്ന് മമ്മി പള്ളിയിൽ പോയിക്കണായിരുന്നു. പള്ളിയിൽ പോയ സമയത്ത് എപ്പോഴും ഉണ്ടാക്കി തരുന്നത് ഈ ഉരുളക്കിഴങ്ങ് വറുത്തത്, നമ്മളിപ്പോൾ പറഞ്ഞ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം മമ്മി പള്ളിയിൽ പോയ സമയത്ത് എനിക്കാണെങ്കിൽ വിശക്കുന്നതുകൊണ്ട് എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉരുളക്കിഴങ്ങ് വറുത്ത് കഴിക്കാൻ ഒരു ആഗ്രഹം. ഞാൻ അവിടെ സ്ഥിരം വറുക്കുന്ന ചട്ടിയുണ്ട്. ആ ചട്ടിയിൽ കുറച്ച് എണ്ണ ഇട്ടിട്ട്, ആരുമില്ല, കളി കഴിഞ്ഞ് വന്നു, കുറച്ച് എണ്ണ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് അതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ച് തീ കൂട്ടി വെച്ചപ്പോഴാണ് നവീനെ പറഞ്ഞ് വിളിച്ച് 2 കമ്പനിക്കാർ വന്നു, ഫ്രണ്ട്സ് വന്ന്. ഇവരുടെ അടുത്ത് വീടിൻ്റെ പുറത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്നു, ഇവരാണെങ്കിൽ കഥ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ട് ഞാനാണെങ്കിൽ ഈ കാര്യം വിട്ടുപോയിന്ന് അവിടെ ഓൺ ചെയ്ത് വെച്ച കാര്യം. വർത്താനം പറഞ്ഞ് എത്ര നേരമെന്ന് എനിക്കറിയില്ല. വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാനപ്പോൾ ഇവന്മാർ പോയപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് അടപ്പത്ത് വെച്ച കാര്യം. വന്ന് നോക്കിയപ്പോഴേ തമാശല്ലോ ശരിക്കും ഉണ്ടായ കാര്യം. ഈ ചട്ടിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കത്തണം, ഈ തീ ഇങ്ങനെ കത്തണം, ഈ ഉരുളക്കിഴങ്ങ് കരിഞ്ഞ് തീ ഇങ്ങനെ മുകളിലോട്ട് കത്തി. എന്ത് ചെയ്യണം? പണ്ടാരം ഓടിച്ചെന്ന് ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിൻ്റെ മുകളിൽ കൊണ്ടൊഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ ചട്ടി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടണില്ല. മമ്മി വന്നാൽ കിട്ടും, ഉറപ്പാണ്, ഗ്യാരണ്ടി, നല്ല കിട്ടും മമ്മിയുടെ കയ്യിൽ നിന്ന്. ഞാനെന്ത് പിന്നെ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, ഇത് തേച്ചാലും ഇതായാലും പോകില്ലെന്നുള്ള കാര്യം മനസ്സിലായി. കരിഞ്ഞ് ആ തല്ലിപ്പൊളിയെ പോയി. ഇല്ല ഇല്ല അപ്പുറത്ത് പറമ്പുണ്ട് അതിൻ്റെ കൂടി ഫ്ലോ കളയരുത്. അപ്പുറത്ത് പറമ്പുണ്ട്. ഈ സാധനം ഒറ്റ ഏറങ്ങടെ വെച്ച് കൊടുത്ത് തുണിയൊക്കെ പിടിച്ചിട്ട് ഒറ്റ ഏറങ്ങടെ ഇതൊക്കെ ഇതാക്കി എനിക്ക് പറ്റില്ല അത് ക്ലീൻ ചെയ്യാൻ. ഒറ്റ ഏറങ്ങടെ വെച്ച് കൊടുത്ത് പാത്രം ഇട്ടെറിഞ്ഞ് ആ ചട്ടി എടുത്തെറിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ചന്ദനത്തിരിയെ കത്തിച്ച് വെച്ച് മണം വരാതിരിക്കാൻ. മമ്മി വന്നിട്ട് എന്താണ് ഒരു മണം എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടി ചന്ദനത്തിരി കത്തിച്ച് വെച്ച് മമ്മി പള്ളി കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നു. പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല ചന്ദനത്തിരി ഈവനിങ് സാധനം കത്തിച്ച് വെക്കാനാണ്. കത്തിച്ച് വെച്ച് ഈ പറയണ പോലെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി മമ്മി ഈ ചട്ടി നോക്കിയപ്പോൾ കാണുന്നില്ല. മമ്മി ക്ഷമിക്കണം, ചട്ടി കാണാനില്ല. ഞാൻ പറഞ്ഞു ചട്ടി ഇവിടെ ഉണ്ട്, ഇല്ല ഇവിടെ പോയത് കാണുന്നില്ല. പുള്ള എവിടെ പറഞ്ഞ മമ്മിയുടെ അത് ഞാൻ ഇപ്പൊ പറഞ്ഞാണ് മമ്മി ക്ഷമിക്കണം എന്ന് ക്യാമറ പറഞ്ഞതാണ്. മമ്മിക്കറിയാൻ പാടില്ല, സോറി. അല്ല ഇത്ര പ്രായം ഇത്ര വയസ്സായതുകൊണ്ട് ഇനിയിപ്പോ ഇല്ല അത് പിന്നെ മമ്മിയുടെ ഒരു ചട്ടിയിൽ ഒരു സ്പൂൺ പോയാൽ ചോദിക്കരുത്. ആ സ്പൂൺ എവിടാ
മരുന്ന് വയ്ക്കും. ഈ മമ്മിക്ക് ഈ വീട്ടിലുള്ള സ്പൂൺ പോയിട്ട് എന്തൊരു കവറുവായത്തിന് നല്ല ഓർമ്മയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഈ സെലിബ്രിറ്റി കിച്ചൺ മാച്ച് സീസൺ 3 ഞാൻ ആ ഒരു പറഞ്ഞു. അവനൊന്നും ചെയ്യരുത്. എനിക്ക് സത്യം പറഞ്ഞ നിങ്ങൾ ഇവിടെ ഇപ്പൊ ഈ ചായ കൊണ്ടുവന്ന് കൊടുത്തില്ലേ, പെട്ടെന്ന് എന്റെ ഒരു ചായ അത് ട്രാജഡി ആണോ കോമഡി ആണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് അടുപ്പ് കത്തിക്കുന്നത് ഒരു ചായ ഇടാൻ വേണ്ടിയാ. ഫസ്റ്റ് എന്റെ പാചകം ഒരു ചായ ഇടിയിലായിരുന്നു. 14 വയസ്സ് ആ സമയത്ത്, 14-15 വയസ്സ്. അപ്പൊ എന്റെ അമ്മ പെട്ടെന്ന് നടുവിന് പ്രശ്നമായിട്ട് 1 ഇയർ ബെഡ് റിഡൺ ആയി. ബെഡിൽ തന്നെ ആയിരുന്നു എല്ലാം. വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങൾക്കൊരു ഷോക്കിംഗ് ഒരു ഇതായിരുന്നു അത്. പെട്ടെന്ന് ഒന്നുമില്ലാതെ വീട്ടിൽ വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് നാമം ജപമൊക്കെ കഴിഞ്ഞിട്ട് TV ഓൺ ചെയ്ത് TV കാണാൻ വേണ്ടി ഇരുന്നെടുത്തുനിന്ന് എണ്ണിക്കാൻ പറ്റാതായി മമ്മിക്ക്. അങ്ങനെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് ആ ഒരു കിടപ്പ് പിന്നെ അങ്ങ് കിടന്നു മമ്മി 1-1.5 വർഷം. പിന്നെ വീട്ടിൽ തന്നെ വന്ന് ഡോക്ടേഴ്സ് ഈ പെയിൻ, നമുക്ക് അടുത്തോട്ട് പോകാൻ പറ്റില്ല. റൂം തുറന്ന് മമ്മിയുടെ അടുത്തോട്ട് പോകുമ്പോൾ നമ്മുടെ കാറ്റടിക്കുമ്പോഴും മമ്മിക്ക് പെയിനായിരുന്നു. അപ്പം വീട്ടിൽ വന്ന ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒന്ന് പതുക്കെ നമുക്കൊക്കെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റുന്നൊരിതായപ്പോഴാണ് പിന്നെ ഈ ഫിസിയോതെറാപ്പിയും ആയുർവേദമൊക്കെ ചെയ്തിട്ട് പിന്നെ ഓക്കെ ആയത്. അപ്പോൾ അതൊരു 1.5 വർഷം എടുത്തു മമ്മി കുറച്ചൊന്ന് ഇതാവാൻ. അപ്പോൾ ആ സമയത്താണ് ആദ്യമായിട്ട് അടുക്കളയിൽ ഞാൻ കയറുന്നത് തന്നെ. എനിക്കല്ലാതെ അടുക്കള പരിസരമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം ഒരു ദിവസം മമ്മിയെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ മാമൻ വന്നു. അപ്പോൾ വന്നപ്പോഴാണ് മമ്മി ഇങ്ങനെ വയ്യാതെ കിടക്കുന്നതൊക്കെ അറിയുന്നതും ഒക്കെ. അപ്പം മാമൻ പറഞ്ഞു, കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക, നീ ഒരു ചായ ഇടറിയെന്ന് പറഞ്ഞു എന്നത്. അപ്പോൾ എൻ്റെ മമ്മി കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു, മോനെ അവളെ കൊണ്ട് ചായ ഇടിച്ച് നീ കുടിക്കാൻ ശ്രമിക്കരുത് എന്ന് 2-3 ആവർത്തി പറഞ്ഞു. ചുമ്മാ ഇല്ല ചേച്ചി, അവളിടും, എന്താണ് നീ ചായ ഇടത്തില്ല? ഞാൻ ഇപ്പം ചായ ഇട്ടുകൊണ്ട് വരും. ഭയങ്കര ഉത്സാഹത്തോടെ ചാടി ഓടിപ്പോയി. സത്യം നടന്ന കാര്യം കേട്ടോ. പോയി അടുപ്പങ്ങോട്ട് അമ്മയ്ക്ക് നല്ല കാരണം 5-6 ദിവസം മമ്മി കിടപ്പായിട്ട് ഞാനല്ലേ കുക്കിംഗ്. മമ്മി ഇവിടുന്ന് പറഞ്ഞു തരും ഇൻസ്ട്രക്ഷൻ. എന്തോ സാധനം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതുപോലെ ആക്കിയിട്ട് അവസാനം മമ്മി തൊട്ടടുത്ത വീട്ടിൽ ആന്റിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ കുറച്ച് എന്തെങ്കിലും എനിക്ക് കുടിക്കാൻ അവിടെ നീ കഞ്ഞി വെച്ച് കൊണ്ട് തരണം, ഇവളെ കൊണ്ട് ശരിയാവില്ലെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് അമ്മാവൻ തന്നു. അവൾ ഇടും, ഞാൻ കുടിക്കും. അപ്പം മമ്മി പറഞ്ഞു, നീ കുടിക്കുകയല്ല, ഞാൻ കുടിക്കും ചേച്ചി. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചായ ഇടാൻ പോയി. പാലെടുത്ത് വെള്ളം ഒഴിച്ചു, തേയില അങ്ങോട്ട് കമത്തി പഞ്ചസാര ഇട്ടു, കലക്കി കുറുക്കി അരിച്ച് കൊണ്ടുവന്നങ്ങോട്ട് മാറും. ഇത് കട്ടൻ കാപ്പിയാണോ ചായ? ചായ എന്തൊക്കെ ചേർത്ത്? പാലൊഴിച്ചു, തേയില ഇട്ടു, പഞ്ചസാര ഇട്ടു. അല്ല അമ്മ ഒരു കുടിക്കടോ കുടിക്കാതെ. സത്യമായിട്ട് കോമഡി അല്ല കേട്ടോ, ഇത് നടന്ന കാര്യമാണ്. കുടിയടാ, അമ്മ കിടന്നോണ്ട് പറഞ്ഞു, കുടിയടാ. നീ ഞാൻ പറഞ്ഞായിരുന്നു വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞു കുടിച്ചു. പാവം കേട്ടോ, മാമ അത് കുടിച്ചു. സത്യം അതാ പറയാ, കോമഡിയാണോ ട്രാജഡി ആണോ എന്ന് എനിക്ക് കോമഡി എന്ന് പറയുന്നത് കേട്ടപ്പോ നമുക്ക് കോമഡി, ട്രാജഡി അമ്മാവന്റെ. അതാണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ എന്ത് പറ്റിയെന്നോ വരുമൊക്കെ ചെയ്ത അതൊന്നും പക്ഷേ മാമ എനിക്ക് പക്ഷെ അതല്ല, മാമൻ പറഞ്ഞു അവള് ചെയ്യാൻ കാണിച്ച സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിനെ വേണം അപ്രീഷിയേറ്റ് ചെയ്യാൻ. ഭയങ്കര സംഭവം അതൊക്കെ അത് പക്ഷെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ആ ഇൻസ്പിറേഷനും ആ കോൺഫിഡൻസും ആണ് ഇന്ന് ഇവിടെ നിന്ന് എനിക്ക് കുക്ക് ചെയ്യാൻ. അന്ന് ആ മാമ അത് കുടിച്ചില്ലായിരുന്നേ ചിലപ്പോൾ ഞാൻ കുക്കിങ്ങിലോട്ട് തിരിയൂല. അവിടെ വെച്ച് എന്റെ ഇതങ്ങ് പോയാൽ നഷ്ടപ്പെട്ട എന്റെ അമ്മാവാ. അപ്പൊ അമ്മാവ് ഒറ്റ ഒരുത്തിനാണ് ഇതെല്ലാം കാരണം. ചേച്ചി എന്തായാലും നന്നായി, സന്തോഷം. ഇങ്ങനെ ഇപ്പോ പല കഥകൾ കേട്ടു. കഥകളല്ല, റിയൽ സ്റ്റോറികളാണ്, റിയൽ സംഭവങ്ങളാണല്ലേ, യാഥാർത്ഥ്യത്തിലൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. പക്ഷേ ഈ പറഞ്ഞ ഐ ഓപ്പൺ ആയ ഒരു സംഭവം ജലീൽക്കായുടെ കാര്യം പറഞ്ഞു. നമുക്കൊരു ദിവസം അങ്ങനെ പോകാം. നമുക്ക് എല്ലാവർക്കും ടീമിന് ഉറപ്പായിട്ടും ഒരു ദിവസം അവിടെ പോകാൻ കഴിയുമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതിന് ഈ കൈയ്യിൽ പോലെ കുറച്ച് ശക്തമായി കഴിച്ച് നമുക്ക് മാറണം. നമുക്കറിയാം നമ്മുടെ ഭക്ഷണത്തിൽ എരിവുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം കൂടി കലർന്നാണ് നമ്മുടെ ജീവിതവും അല്ലേ. അപ്പോൾ പക്ഷെ എന്തായാലും നമ്മൾ ഒരിക്കലും അതിനുവേണ്ടി മാറ്റി നിൽക്കാറില്ല. സങ്കടം വന്നിട്ട് സങ്കടപ്പെട്ട് ഇരിക്കാറല്ല. നമ്മൾ സങ്കടത്തിന് നിമിഷ നേരം കൊണ്ട് മാറ്റിയിട്ട് മനസ്സിനെ ഏറ്റവും ശുദ്ധമാക്കിയിട്ട് നമ്മൾ വീണ്ടും മുമ്പോട്ട് കുതിക്കും. കാരണം നമുക്ക് മുമ്പോട്ട് പോയേ പറ്റൂ അല്ലേ, മുൻപോട്ട് പോയേ പറ്റൂ. പക്ഷെ നമ്മളിപ്പോ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് നമുക്കെല്ലാം
ഓർമ്മകളെ ഇങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് ഹൃദയത്തിന്റെ ഭാഗത്ത് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ്സ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി, KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. Minolta, easy and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture.